ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് കറി വയ്ക്കാം. ഇതൊരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സോയ ചങ്ക്സ് ഒന്ന് സോക്ക് ചെയ്യാനിടുക. എന്നിട്ട് നന്നായിട്ട് അത് പൊന്തി വരും. എന്നിട്ട് നന്നായിട്ട് കഴുകിയൊന്നും പിഴിഞ്ഞ് മാറ്റി വയ്ക്കണേ. ഇനി നമുക്കൊരു കുക്കർ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് സവോളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം പുറകെ നിന്ന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എനിക്ക് ഹസ്ബൻഡ് ചതച്ച് തരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മീറ്റ് മസാലയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് എന്നിട്ട് മൂടി വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ സോയ ചങ്ക്സ് ആണ് വാങ്ങിച്ചത്, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ മുഴുവനോടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കാം. ഇളക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഗ്രേവിയിലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കറിൽ 2 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഐസിങ് മെഷീനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ ഐസ് ആയിട്ട് വരും. അപ്പോൾ അത് ഞാനെടുത്ത് ആവുന്നതെടുത്ത് ഫ്രീസറിലോട്ട് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉരുകിപ്പോകും കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതായി വന്നപ്പോഴത്തേനും നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് പെരിഞ്ചീരകവും ഷാജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സവോളയും കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായിട്ട് വഴറ്റിയാൽ മതി. നമുക്കിത് ഇതിൻ്റെ മേലേക്ക് നമ്മുടെ സോയ ചങ്ക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ കറി ഇവിടെ റെഡി. ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടല്ലോ ഇതുപോലെ നമ്മുടെ ഉഷയുടെ പ്രോസസ്സറിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാലും കട്ടിയാവത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.